മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങളൊക്കെ വലിയ രീതിയിൽ വരേണ്ട ഒരു വിഷയമാണല്ലോ. എന്തുകൊണ്ട് ആ രീതിയിൽ ഒരു വിമർശനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നില്ല, പാർട്ടി പോകുന്നില്ല? മൃദു സമീപനമാണോ പ്രസാദ്? ഉറപ്പായും സുജയ, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമെല്ലാം കൊമ്പ് കോർക്കുന്നത് നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ആർലേക്കർ ഗവർണർ ആയതോടുകൂടി രാജ്ഭവനുമായി ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എത്തുകയായിരുന്നു. ഏറ്റുമുട്ടൽ വേണ്ട എന്ന് മാത്രമല്ല, നല്ല സൗഹൃദം രാജ്ഭവനും സർക്കാരും തമ്മിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 4 or 5 തവണയാണ് മുഖ്യമന്ത്രി ഗവർണറെ സന്ദർശിച്ചത്. മാത്രമല്ല, പതിവില്ലാത്ത രീതിയിൽ ക്ലിഫ് ഹൗസിലെത്തി ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ ആശംസിക്കുന്ന ഗവർണറെയും നമ്മൾ കണ്ടു. ഡൽഹിയിൽ നമ്മൾ കണ്ടത് ധനമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഗവർണറെയാണ് മുഖ്യമന്ത്രിയുടെ കൂടെ. അങ്ങനെ മുഖ്യമന്ത്രിയും CPM-ഉം നിലവിലുള്ള ഗവർണറുമായി യുദ്ധം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രാജ്ഭവനിൽ ഒരു RSS നേതാവ് എത്തി അവിടെ പ്രസംഗിച്ചിരുന്നു. അതിനെ വിമർശിച്ചത് വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടി എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ നിലവിൽ ഈ വിവാദം 24 മണിക്കൂർ പിന്നിടുന്ന ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രി നിരവധി കാര്യങ്ങളിൽ ഇതിനകം തന്നെ പ്രസ് റിലീസും ഫേസ്ബുക്ക് പോസ്റ്റിലുമായി വന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെയും ഒരു നിലപാട് എടുത്തില്ല, പരസ്യമായ പ്രതികരണം ഉണ്ടായില്ല. മാത്രമല്ല, ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിനെക്കുറിച്ച് ഒരു വരി മിണ്ടാനും തയ്യാറായില്ല. സുജയ. പ്രസാദ്.